ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന AKCCയുടെ ഒരു പ്രോഗ്രാമിൽ അങ്ങയുടെ പ്രസ്താവന കേരള ജനത മൊത്തമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, ഈ വരുന്ന ആസന്നമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ക്രിയാത്മകമായി വോട്ട് ചെയ്യുക. യഥാർത്ഥത്തിൽ ആ ഒരു പ്രസ്താവനയുടെ പിന്നിലെ ഒന്ന് വ്യക്തമാക്കാമോ? നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക സ്ഥിതിയിൽ നമുക്ക് നല്ല ഭരണം ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഒത്തിരിയേറെ സമ്പത്തുണ്ട്, റിസോഴ്സസ് ഉണ്ട്, നല്ല മിടുമിടുക്കരായ ചെറുപ്പക്കാരുണ്ട്. പക്ഷേ പലരും നാട് വിട്ടു പോകുന്നു. ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഇവിടെ ഇല്ല. അപ്പം നാടിനെക്കുറിച്ച് സ്വപ്നം കാണുന്ന, ജനതയെക്കുറിച്ച് സ്വപ്നം കാണുന്ന നേതാക്കന്മാർ രാഷ്ട്രീയ മേഖലയിൽ വന്നാൽ മാത്രമേ വ്യത്യാസങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള ആൾക്കാർ, അത് ഏത് മതത്തിലുള്ളവരാകട്ടെ, ഇതിലേക്ക് കടന്നു വരണം. ക്രൈസ്തവരെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടും അവർ വോട്ട് ചെയ്യാൻ പോലും പോകത്തില്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യണം, അവർ രാഷ്ട്രീയ മേഖലയിൽ കുറച്ചുകൂടെ സജീവമാകണം. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയത്തെ അക്രമ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിനോടൊരു മതിപ്പില്ലാതെ പെരുമാറുന്നതും അതിലേക്ക് നല്ല ആൾക്കാർ കടന്നു വരാത്തതും. നിലവാരമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നല്ല നന്മയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവുകയും അവിടെ കൂടുതൽ ആൾക്കാർ, കഴിവുള്ള ജനത അതിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേ മതിയാവും. അതിനുള്ള ഒരു ആഹ്വാനമാണ് പ്രത്യേകമായിട്ട് അവിടെ നടത്തിയത്.